ദീപാനിൽ ഇപ്പോൾ പി പ്രേമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു സംസ്ഥാന സർക്കാരുണ്ട്. ആ സംസ്ഥാന സർക്കാർ ചരിത്രം പരിശോധിച്ചാൽ ആ സംസ്ഥാന സർക്കാർ ആരാണോ ആ സർക്കാരിനെ കൈകാര്യം ചെയ്തിരുന്നത്, ഇടതുപക്ഷമാണ് അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. UDFൻ്റെ കാലത്ത് അത്ര മെച്ചമായിരുന്നില്ല പല കാര്യങ്ങളും. ചരിത്രം അതാണ്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളരെ നോമിനലായിട്ടുള്ള ഒരു കുറച്ച് ആശാവർക്കർമാർ ഇരിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തെ വല്ലാതെ ആളിക്കത്തിക്കാനുള്ള പല തരത്തിലുള്ള നാടകങ്ങളും നടക്കുന്നു എന്നാണ് ഈ ആശാവർക്കർമാരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അനിൽകുമാറിൻ്റെ ഒക്കെ ഭാഷയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സർക്കാരിനെ എതിർക്കുന്ന പൊതുരാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. അതുപോലെയുള്ള ആളുകൾ അവിടെ പലതരത്തിൽ ആ സമരത്തെ ആളിക്കത്തിക്കാൻ നോക്കുന്നു. പല മാധ്യമങ്ങളും അവിടെ നിന്ന് ഇപ്പോൾ തത്സമയ ചർച്ചകൾ നടത്തുകയാണ്. മാധ്യമങ്ങൾ അവരുടെ ഒരു വലിയ സംവിധാനം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പി പ്രേമ പറഞ്ഞത് പലതും ദീപയും കേട്ടല്ലോ. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശശി തരൂർ ഇന്ന് അവിടെ വൈകുന്നേരം 4 മണിക്ക് പോയിരുന്നു. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ദീപയുടെ നേതാവാണെന്ന് എനിക്കറിയില്ല, നിങ്ങളിൽ ചില കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ നേതാവായി കാണുന്നുണ്ട്. ആ ശശി തരൂരിൻ്റെ ഇന്നത്തെ അവിടുത്തെ സന്ദർശനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവർ ആശാവർക്കർമാർക്ക് സഹായം കൊടുക്കണം, അവരുടെ ഓണറേറിയം കൂട്ടണം. ഈ കാര്യങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ പോയി പാർലമെൻറ്റിൽ സംസാരിക്കും, അവിടെ ഡൽഹിയിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ്. ശരിയല്ലേ? അവിടെയല്ലേ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്? അദ്ദേഹം പറഞ്ഞത് കൃത്യമല്ലേ? അദ്ദേഹത്തിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കൈരളി ചാനലിന്റെ പ്രതിനിധികളും ശ്രീമതി പ്രേമയുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ വളരെ നോമിനലായിട്ടുള്ള, വളരെ പരിമിതമായിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ സമരത്തിനിരിക്കുന്നത് എന്ന് പറഞ്ഞാല് 2-3 ദിവസമായിട്ട് അവിടെ സമരപന്തലിൽ പോകുന്ന എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. വളരെ വലിയ ഒരു വിഭാഗം തന്നെയാണ് ആശാവർക്കർമാരിൽ അവിടെ സമരത്തിനിരിക്കുന്നത്. അതൊരു കണക്ക് നോക്കൂ ദീപാനിൽ. ഒറ്റ മിനിറ്റ്. അതായത് നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേട്ടിട്ട് താങ്കൾ വ്യക്തമാക്കൂ. എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ദീപാനിൽ താങ്കൾ എൻ്റെ അതിഥിയാണ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എൻ്റെ അതിഥിയാണ്, ഞാൻ താങ്കളെ മോശപ്പെടുത്തില്ല. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനുള്ള സ്ഥലമല്ല. എൻ്റെ അതിഥിയാണ് ദീപ അനിൽ. അതിഥിയായ ദീപ അനിലിനോട് ഞാൻ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു. താങ്കൾ പറഞ്ഞു അവിടെ നോമിനലല്ല, അവിടെ ഒരുപാട് പേരുണ്ടെന്ന്. പക്ഷേ 26,000-ഓളം പേരാണ് ഈ ആശാവർക്കർമാർ. ആ 26,000-ൽ 20,000-ലധികം പേർ ഈ പറയുന്ന പി പ്രേമയുടെ CITU വിഭാഗത്തിൽപ്പെട്ട ആശാ വർക്കേഴ്സ് ഫെഡറേഷനിലാണ് ഉള്ളത്. അവരാരും ഇതിൻ്റെ കൂടെ പോയിട്ടില്ല. ബാക്കി 6,000 പേരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞത് ഒരു നോമിനൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശതമാനക്കണക്ക് വെച്ച് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഒരു 1000-ന് അകത്തെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തു പറയുന്നു? ഏറെ ബഹുമാന്യനായ ഡോക്ടർ ലാലിനോട് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു തുടങ്ങുമ്പോൾ തിരിച്ച് നിങ്ങളുടെ ഒരു അജണ്ട അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു പ്രവണത നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ എന്ത് അടിച്ചേൽപ്പിച്ചു? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് മുഴുവൻ താങ്കൾ കേട്ടിട്ടാണോ പിന്നെ അതിൽ ഇടപെട്ടത്? ഞാൻ പറഞ്ഞത് അവിടെ ഒരു നോമിനൽ ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ആശാവർക്കർമാരും ജോലി ചെയ്യുന്നത്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CHCകളും PHCകളും ഒക്കെ ആ ലോക്കൽ ബോഡീസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്, കേരളത്തില് ഭൂരിപക്ഷം ലോക്കൽ ബോഡീസും അതിലും അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു അപ്രമാദിത്വം ഈ ആശാ വർക്കർമാരുടെ മേലിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 26,000 നിങ്ങൾ അവകാശപ്പെടുന്ന, എനിക്ക് കൃത്യമായിട്ട് കണക്കറിയില്ല, 20,000-ഓളം പേര് CITU ബേസ്ഡ് ആയിട്ടുള്ള ആശാ വർക്കർമാരുടെ സംഘടനയിലാണ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ
കൂടെ നിൽക്കുന്ന ആശാവർക്കർമാരും ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്യാൻ വന്നിട്ടില്ല. നിഷ്പക്ഷരായിട്ടുള്ള ആശാവർക്കർമാരാണ് അവിടെ സമരം ചെയ്യുന്നത്. പാവപ്പെട്ട ഒരു കൊടിക്കും കീഴിൽ അണിനിരക്കാത്ത ആശാവർക്കർമാരാണ് അവിടെ അവിടെ സമരത്തിന് വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ രണ്ടാമത്തെ എന്റെ ചോദ്യം അതാണ്. ഒരു കൊടിയിലും പെടാത്തവരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ചില കൊടിയുള്ള ആളുകൾ അവിടെ കൊടി പുറത്തെടുക്കാതെ വന്നിരിക്കുന്നു. അവരെയാണ് അരാജകവാദികൾ എന്ന് ഇവിടെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. അവർക്ക് മറ്റ് പല സമരങ്ങളിലും നുഴഞ്ഞു കയറിയ അനുഭവമുണ്ട്. ഇപ്പോഴും അവർ പല സംഘടനകളുടെയും പേരിൽ അവിടെ പിരിവുകൾ നടത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്നതിൽ ശരിയുണ്ട് എന്നാണ്. താങ്കൾക്ക് അതിൽ എന്തെങ്കിലും അറിവുണ്ടോ? അത് അറിയാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞു തരണോ? ആശാ വർക്കർമാരെന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു കൂട്ടരല്ല. ആ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മുടെ അത്യാവശ്യ സമയത്ത് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാന്ത്വനവുമായി എത്തുന്നവരാണ് ആശാ വർക്കർമാര്. അവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് ആശാവർക്കർമാരുടെ സമരം 1 ദിവസം 2 ദിവസം 3 ദിവസം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ധരിച്ചിരുന്നത് ഈ സമരം വളരെ പെട്ടെന്ന് തന്നെ തീർക്കുമായിരിക്കും ഗവൺമെന്റ് എന്നാണ്. കാരണം അത്രത്തോളം സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാരെന്ന് പറയുന്നത്. ദിവസമായിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല. അതോടൊപ്പം തന്നെ CITU എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാവ്, ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള ആൾ ഇവിടെ ഇരുന്നിട്ട് അവഹേളിക്കുകയാണ് ഓരോ ദിവസവും. ശരി, അത് നിങ്ങൾ പറഞ്ഞോളൂ. ശരി, അപ്പോഴും ദീപാനിൽ എനിക്ക് ദീപാനിലിനോട് ചോദിക്കാനുള്ളത്, ദീപാനിൽ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. ഇപ്പോ ഈ പറയുന്ന ഞാൻ പറയുന്നത് കേൾക്കൂ. താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഈ ആശാ വർക്കറോട് പെരുമാറിയിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. വേതനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ആശാ വർക്കർമാരുടെ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്തായിരുന്നു, നിലപാടുകൾ എന്തായിരുന്നു? അതൊക്കെ മറന്നുകൊണ്ടാണോ നിങ്ങളിപ്പോ ഇതൊന്നും അറിയാത്തതുപോലെ ഈ സർക്കാരിനെതിരെ ഇപ്പൊ സംസാരിക്കുന്നത്? ശ്രീമതി പ്രേമ ഇവിടെ പറഞ്ഞല്ലോ, 300 രൂപയിലാണ് ഇത് തുടങ്ങിയത്. അത് 300 രൂപയിൽ നിന്ന് 301 രൂപ പോലും ആക്കാതെയാണ് ശ്രീ തോമസ് ഐസക് അവർക്ക് വാക്ക് കൊടുത്തിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അത് നടപ്പാക്കിയില്ല. അതിനുശേഷം ഈ ഓണറേറിയം വർധനവ് തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. എത്ര രൂപ 14 മാസം കൊടുത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ട് 14 മാസം അവർ സമരം ചെയ്യുന്നത് വരെ നിങ്ങൾ കൊടുത്തില്ല. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എത്ര രൂപ കൂട്ടി നിങ്ങൾ? ക്ഷേമ പെൻഷൻ ഇപ്പൊ നേരെയാണോ കൊടുക്കുന്നത്? ക്ഷേമ പെൻഷൻ അല്ല, പിന്നെ നിങ്ങൾ അവകാശം പറയരുത്. ഇപ്പൊ ക്ഷേമ പെൻഷൻ നേരെയാണല്ലോ കൊടുക്കുന്നത്. ക്ഷേമ പെൻഷൻ നേരെയല്ലേ കൊടുക്കുന്നത്? ആ സമയത്ത് ഇങ്ങനെ ഒരു ഈ വേറെ ആശാ വർക്കർമാർ മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നോ? ഇന്ന് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഈ പരിമിതമായ ശമ്പളത്തിൽ നിന്ന് മാത്രമേ അവർക്ക് അവരുടെ ഉപജീവനം കഴിക്കാൻ കഴിയൂ. 13,000-ഓളം രൂപയെങ്കിലും ഉണ്ടല്ലോ. അത് ആരാണ് 13,000 വരെ എത്തിച്ചത്? ഈ പറയുന്ന ഇൻസെന്റീവും ഓണറേറിയവും കൂടി കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാര് ഇവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവിടെ സമരത്തിലിരിക്കുന്നവർ രേഖാമൂലം വന്ന് പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. അവർ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് രേഖയാണ്? എത്ര പേർക്ക് കിട്ടിയില്ല? ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട്? ഈ പറയുന്ന 13,000 വരെ, 10,000 മുതൽ 13,000 വരെയുള്ള തുക എത്ര പേർക്ക് കിട്ടി? ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട്? ഈ കുടിശ്ശിക ഇപ്പോൾ വാങ്ങിയില്ലേ അവർ ഡിസംബർ വരെയുള്ളത്? അതെന്താ അവർക്ക് കൊടുക്കുന്ന ഈ കുടിശ്ശിക കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമാണോ? അല്ല, പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞത് എന്താണ്? കള്ളം പറയുക എന്നുള്ളത് നിങ്ങളുടെ ഔദാര്യമാണോ? കള്ളം പറയാൻ പാടില്ലല്ലോ ചർച്ചയിൽ വരുമ്പോൾ. പിന്നെ പാട്ടപ്പിരിവിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായല്ലോ. പാട്ടപ്പിരിവൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ഇടതുപക്ഷം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ശരി, അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ട് തെറി പറയണം.
നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ട് തെറി പറയാൻ പറ്റിയ അവസരമാണ് ആശാ വർക്കർമാരിൽ ചിലർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ വരാം ദീപാനിൽ, ഞാൻ വരാം.